പണിക്കർ, ഇതിവിടെ 2019 കേട്ടോ. 2019 CMRL പരിശോധന, അതിൻ്റെ ക്രമക്കേട് കണ്ടെത്തൽ, ആദായ നികുതി വകുപ്പ് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിലേക്ക് എത്തൽ, അതിന് നികുതി അടക്കൽ, അതിനൊക്കെ ശേഷമാണ് മനോരമയിൽ ജോമി തോമസിന്റെ ബൈലൈൻ. 5 വർഷം കേന്ദ്ര സർക്കാരിന് അറിയാം ഈ പറയുന്ന ഗുരുതര ക്രമക്കേട് അവിടെയുണ്ട്, പൊളിറ്റിക്കൽ കറപ്ഷനാണ് എന്ന് നല്ല ഒന്നാന്തരമായി എഴുതി വെച്ചിരിക്കുന്ന ആ ഉത്തരവ് എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുണ്ട്. കേന്ദ്ര സർക്കാരിന് അറിയാം. ഇവിടെ വി മുരളീധരൻ അറിയില്ല, PR ശിവശങ്കർ അറിഞ്ഞിട്ടില്ല, കെ സുരേന്ദ്രൻ അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. ശരി, അതിനുശേഷം ഈ പറയുന്ന ഉത്തരവ് ഇന്നിപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ വളരെ നിർണായകമായ വഴിത്തിരിവുണ്ടാകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രകടനം നമ്മൾ എവിടെയും കണ്ടോ? BJP ഏതെങ്കിലും തരത്തിൽ അതിശക്തമായ എന്താണ് ഒരു പ്രതിഷേധ സ്വരമുയർത്തി നമ്മൾ കേട്ടോ? എന്തുകൊണ്ടാണ് രാഷ്ട്രീയ അഴിമതിയുടെ വളരെ 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 പ്രകടമായ ദൃഷ്ടാന്തം പുറത്തു വന്നിട്ടും കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിന് വല്ലാത്ത മൗനം, ശ്രീത് പണിക്കർ? അല്ല, ആ മൗനം നമ്മൾ കുറെ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഹാഷ്മി. ഈ ഒരു വിഷയം ഉണ്ടായിരുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് സഭയിൽ അവതരിപ്പിക്കാനായിട്ട് പ്രധാനപ്പെട്ട പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി ശ്രമിച്ചത്? പൊതു ഇടങ്ങളിലൊക്കെ തന്നെ എന്ത് രീതിയിലുള്ള ഇടപെടലുകളാണ് ഉണ്ടായത്? ഏതൊരു ഘട്ടത്തിലാണ് ഒരുപക്ഷെ കോൺഗ്രസിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരും സംഘടനാ ചുമതല വഹിക്കുന്ന ആൾക്കാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരല്പം സ്വരം കടുപ്പിച്ച് സംസാരിച്ച് തുടങ്ങിയത് എന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു സമയത്ത് മാധ്യമങ്ങൾക്കടക്കം ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു വിഷയത്തിലുണ്ടായിരുന്ന നിലപാട് എന്ന് പറഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ സഭയ്ക്കകത്തോ പുറത്തോ നടത്തുന്ന ഒരേ ഒരാളെ ഉള്ളൂ എന്നായിരുന്നു. അത് ശ്രീ മാത്യു കുഴൽനാടനായിരുന്നു. ഇപ്പോൾ ഈ SFIO എൻക്വയറിയുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് അത് ശ്രീ ഷോൺ ജോർജായി മാറുന്നു. അദ്ദേഹം അന്ന് BJP ചേരുന്ന സമയത്തല്ല, അതിനു മുമ്പാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിനുശേഷവും അത് തുടരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ എന്തായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെ പിന്നിലേക്ക് പിടിച്ച് വലിക്കുന്നതിന് കാരണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കമ്പനിക്കാരൊക്കെ തന്നെ കൊടുത്തിരിക്കുന്ന പണം തന്നെയാകാം. അല്ല, ശ്രീത് പണിക്കർ, അത് മാത്യു കുഴൽനാടന്റെ പോരാട്ടമായിരുന്നു, ഷോൺ ജോർജിന്റെ പോരാട്ടമാണ്. അതല്ലാതെ അത് കോൺഗ്രസിന്റെ പോരാട്ടമല്ല. ഷോൺ അന്ന് എന്താണ് അപ്പൊ ജനപക്ഷവും BJPയുടെ പോരാട്ടമല്ല, ഇത് വ്യക്തികളുടെ പോരാട്ടമാണ്. ശ്രീത് പണിക്കർ, ഇവിടെ ഇത്ര ഗുരുതരമായ ഈ സംഗതികൾ കേന്ദ്ര സർക്കാർ അറിയാം എന്നിരിക്കലും ഷോൺ പരാതി കൊടുക്കുന്നതിന് മുമ്പ് കമ്പനികാര്യ മന്ത്രാലയത്തിൽ ഒരു നീക്കവും തീരുമാനം ഉണ്ടായിട്ടില്ല. ഷോൺ SFI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു നീക്കവും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ എന്തോ എവിടെയോ ചീഞ്ഞു നാറുന്നുണ്ട് ശ്രീത് പണിക്കർ. അല്ലാതെ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ലല്ലോ, നമ്മൾ ചർച്ച ചെയ്യുന്ന എത്രയോ വിഷയങ്ങളിൽ ഇപ്പോൾ ഏറ്റവും അനന്തമായിട്ട് നീട്ടിക്കൊണ്ടിരിക്കുന്ന ലാവലിൻ വിഷയത്തിൽ ഉൾപ്പെടെ പൊതുസമൂഹത്തിന്റെ മുന്നിലുള്ള ഒരു ചിന്തയാണിത്. എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഒരു കേസ് ഇങ്ങനെ അനുസ്യൂതം ഇങ്ങനെ നീട്ടിവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മാത്യു കുഴൽനാടൻ്റെയോ അല്ലെങ്കിൽ ഒരു ഷോൺ ജോർജിൻ്റെയോ ഒറ്റയാൾ പോരാട്ടം എന്ന രീതിയിലത്തേക്ക് മാത്രം ഈ വിഷയത്തിനെ നമ്മൾ കണ്ടാൽ മതി എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. കാരണം ഇത്ര വലിയൊരു വിഷയമുണ്ടായിട്ട്, കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക കാശ്മി, ഈ സർക്കാരിനെതിരെ എത്ര വിഷയങ്ങളുണ്ടായിരുന്നു. ആ വിഷയങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ സമയം മുതൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മറ്റുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഈ സമയത്ത് ശ്രീ VD സതീശൻ അടക്കമുള്ള നേതാക്കൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും അതിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു തെളിവ് കാണിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തെളിവിന്റെ അഭാവത്തിൽ പോലും ഇതൊരു വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് എന്ന് പറയുമ്പോഴാണ് ഇവിടെ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഓർഡർ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണം എന്ന ഘട്ടമൊക്കെ കടന്നിട്ട് അതൊരു കണ്ടെത്തലായിട്ടും അതൊരു ഉത്തരവുമായിട്ടും അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ നിലയ്ക്കുള്ള പ്രക്ഷോഭം മാത്രം നമ്മൾ BJPയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും കണ്ടാൽ മതിയോ? പോരാ. അതിനുശേഷം പിന്നീട് വന്നിരിക്കുന്ന നടപടികൾ നോക്കൂ. നമ്മുടെ ഇവിടെ ഇപ്പോൾ വീണയുടെ കമ്പനിയെ മാറ്റി നിർത്തും, അതൊരു വ്യക്തിയുടെ കമ്പനിയാണെന്ന് പറയാം, അല്ലെങ്കിൽ വ്യവഹാര നടപടികൾ നടക്കുന്നത് ബാംഗ്ലൂരിലാണ് എന്ന് പറയാം. ഇവിടെ KSIDC ഉണ്ടല്ലോ. KSIDC എവിടെയാണ്? നമ്മുടെ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്, സർക്കാരിന് സ്റ്റേക്ക് ഉള്ള ഒരു സ്ഥാപനമാണ്, സർക്കാർ നിയന്ത്രിക്കുന്ന, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ IAS മറ്റും ഇതിന്റെ അഡ്മിനിസ്ട്രേഷനും ഒക്കെ ഉള്ള ഒരു സ്ഥാപനമാണ്. പക്ഷെ അവരവിടെ പോയിട്ട് ഈ വീണ പറയുന്ന അതേ വാദങ്ങൾ തന്നെ ഇവിടെ പറഞ്ഞില്ലേ? നമ്മുടെ കമ്പനി ആക്ടിൽ 2013 കമ്പനി ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് അനുസരിച്ച് KSIDCക്ക് ഒരു സ്ഥിരം ഡയറക്ടർ അവിടെ ഉള്ളപ്പോൾ ആ സ്ഥിരം ഡയറക്ടർക്ക് അതിൽ പറയുന്ന സെക്ഷൻ 128 അനുസരിച്ച് ഈ ബുക്ക് അക്കൗണ്ട്സ് ഒക്കെ തന്നെ എടുത്തുകൊണ്ട് പോകാൻ ഞാൻ പരിശോധിക്കട്ടെ എന്ന് പറയാൻ എംപവേർഡ് ആണ്. പക്ഷെ അങ്ങനെ എംപവേർഡ് ആയിട്ടും ഈ KSIDC എന്താ ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ ഞങ്ങൾ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവുണ്ടെന്ന് കേട്ടു, അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നും പറഞ്ഞ് വിശദീകരണം ചോദിക്കുന്നു. അതും ഈ പറഞ്ഞതുപോലെ മനോരമ പുറത്തു കൊണ്ടുവന്ന കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് മറുപടിയൊന്നും കിട്ടിയിട്ടില്ല. മറുപടി കിട്ടാത്തപ്പോൾ എന്താണ് നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് തീരുമാനിച്ചിട്ടില്ല. അതിപ്പോൾ എപ്പോഴാണ്? ഇതൊക്കെ വന്നതിന് ശേഷം, മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷവും. എന്നിട്ട് ഈ ഏറ്റവും ഒടുവിൽ ROC കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അവിടെ KSIDC ഫയൽ ചെയ്യുന്ന റിപ്ലൈയിൽ പോലും ഈ കാര്യങ്ങളെപ്പറ്റി ഒന്നും പറയുന്നില്ല. അതായത് ഒന്ന്, ഈ കാര്യങ്ങൾ മറച്ചു വെക്കുന്നു; രണ്ട്, ഇതിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് പറയുന്നില്ല. അപ്പോൾ അതേ സമയത്ത് കമ്പനീസ് ആക്ടിന്റെ 128 സെക്ഷൻ അനുസരിച്ച് ഈ സ്ഥിരം ഡയറക്ടർക്ക് എൻക്വയർ ചെയ്യാമായിരുന്നു. അത് കിട്ടിയില്ല എങ്കിൽ അതിന് നടപടിയുണ്ട്. ഇനി അതല്ല എങ്കിൽ ഇവർക്ക് ഈ
സെറ്റിൽമെന്റ് ഓർഡറിന്റെ പിന്നെ ബോർഡിന്റെ എന്ന് പറഞ്ഞൊരു ഉത്തരവാണല്ലോ. ആ ഉത്തരവ് അവിടെ ബൈൻഡിംഗ് ആയിട്ടുള്ള ഒരു ഉത്തരവ് അവിടെ നിൽക്കുന്ന സമയത്ത് ആ ഉത്തരവിന്റെ വെളിച്ചത്തിൽ ഈ KSIDCയിലുള്ള ആൾക്കാർക്ക് അവിടെ പറയാമായിരുന്നു CMRL ഞങ്ങൾക്ക് ഡയറക്ടർ ഉള്ളതാണ്, അതുകൊണ്ട് അവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല, അതുകൊണ്ട് ഇതിനെ പിന്നെ ട്രിബ്യൂണലിലേക്ക് കൊണ്ടുപോകാമായിരുന്നു. ട്രിബ്യൂണലിലേക്ക് കൊണ്ടുപോകാൻ ഒരു ശ്രമം ഉണ്ടായില്ല. അപ്പൊ നേരെ മറിച്ച് ഇവരെല്ലാവരും പറയാൻ നിന്നിട്ട് ശ്രമിച്ചത് എന്താണ്? ROCയുടെ അടുത്താണെങ്കിലും കോടതിയിലാണെങ്കിലും പോയിട്ട് ഇവർ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യമാണ്, അതായത് ഈ നടത്തിയിരിക്കുന്ന അന്വേഷണം എന്ന് പറയുന്നതെല്ലാം ആർബിട്രറിയാണ്, ഇത് ഏകപക്ഷീയമായിട്ട് അവർക്ക് തോന്നുന്ന പോലെ ചെയ്യുന്നു, ഇതെല്ലാം തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇതെല്ലാം ബാഡ് ഇൻ ലോ ആണ്, ഇതൊക്കെ തന്നെ നോൺ സ്പീക്കിംഗ് ഓർഡറുകളാണ്, ഞങ്ങൾക്ക് സ്വാഭാവിക ജസ്റ്റിസ് നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ ഭാഗം ആരും ചോദിച്ചില്ല, ഞങ്ങൾക്ക് നോട്ടീസ് അയച്ചില്ല. നോക്കൂ, ഈ ബാംഗ്ലൂരിലെ ഹൈക്കോടതിയിൽ പോയി പറയുന്നതും നമ്മുടെ കേരളത്തിലെ ഹൈക്കോടതിയിൽ പോയി പറയുന്നതും ഈ രണ്ട് ബോഡികൾക്കും ഒരേ ശബ്ദമാണ്. വീണ വിജയന്റെ എക്സാലോജിക്കിനും ഒരേ ശബ്ദം, KSIDCക്കും ഒരേ ശബ്ദം. അപ്പൊ ഞാൻ പറയുന്നത് തൽക്കാലത്തേക്ക് വീണ വിജയൻ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണ് എന്ന രീതിയിലേക്ക് മാറ്റി നിർത്തിയാൽ പോലും നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം KSIDCയുടെ കാര്യത്തിലെങ്കിലും ഉത്തരവാദിത്തം കാണിക്കണ്ടേ? ആ ഉത്തരവാദിത്തമില്ല. അവരെവിടെ പറഞ്ഞതിന് ശേഷവും ഇവിടെയുള്ള നേതാക്കന്മാർക്കൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന സാമട്ടാണ്. അപ്പൊ എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരുപക്ഷെ ഇവരുടെ ബെനിഫിറ്റുകളൊക്കെ കിട്ടിയിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരുമാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി സ്ട്രൈക്ക് ഡൗൺ ചെയ്ത് കളഞ്ഞല്ലോ, നമുക്ക് ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി പറഞ്ഞു. ഇവിടെ ഇലക്ട്രൽ ബോണ്ടിനെതിരെ പിന്നെ വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം, അഭിപ്രായം, ആർട്ടിക്കിളുകൾ ഇതൊക്കെ വന്നിരുന്ന ആരുടെ ഭാഗത്തു നിന്നാണ്? CPMന്റെ ഭാഗത്തു നിന്നാണ്. എന്നിട്ട് CPMന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഒരു പോളിറ്റ് ബ്യൂറോ അംഗം, അദ്ദേഹത്തിന്റെ ഇനിഷ്യലുകൾ അവിടെ വെച്ചതിന് ശേഷം അദ്ദേഹത്തിന് പണം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തണമെന്ന് ഭരണപക്ഷത്തിനും താല്പര്യമില്ല, പ്രതിപക്ഷത്തിനും താല്പര്യമില്ല, ആർക്കും താല്പര്യമില്ല. കാരണം എന്താ? ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് പാർട്ടിയിലേക്കുള്ള ഫണ്ടാണെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇത് നോക്കൂ, ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് കർത്തായുടെ വാക്കുകളെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം വായിലേക്ക് പണം തിരികെ പറ്റുള്ളൂ. അത് രാഷ്ട്രീയക്കാർക്ക് കൊടുക്കാം, പാർട്ടികൾക്ക് കൊടുക്കാം, മാധ്യമങ്ങൾക്ക് കൊടുക്കാം, ആരാധനാലയങ്ങൾക്ക് കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കാം. ഈ രീതിയിലുള്ള ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രമാണ് ഇത്ര വലിയ സോളിഡ് ആയിട്ടുള്ള ഒരു കാര്യം കയ്യിൽ കിട്ടിയതിനു ശേഷവും, അതായത് ഈ പ്രതിപക്ഷ പാർട്ടികൾക്കുള്ള മഹാമൗനം അത് കയ്യിൽ അശ്വത്ഥാമ അരകുഞ്ചര എന്ന് പതുക്കെ പറയുന്നത് പോലെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പതുക്കെ പറഞ്ഞ് അങ്ങനെ നൈസായിട്ട് പോകുന്നതല്ലാതെ ഒരു പ്രതിപക്ഷ പാർട്ടികളും ആത്മാർത്ഥതയോടെ ഉള്ള ഒരു സമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു.